Hi, NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അങ്ങനെ ഷിയോമിയുടെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ 2.0 ആയ Redmi K20 Pro സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങി. ഫ്ലാഗ്ഷിപ്പ് അല്ല എങ്കിലും Redmi K20 ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. Mi90 എന്ന പേരിൽ ചൈനയിൽ ലോഞ്ച് ആയ സ്മാർട്ട് ഫോണാണ് Redmi K20. Redmi Note 7 Proയ്ക്കും K20 Proയ്ക്കും ഇടയിൽ വരുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണിത്. എൻ്റെ കയ്യിൽ നിന്ന് റിവ്യൂ ചെയ്യാനുള്ളത് 128 GB സ്റ്റോറേജ് ഉള്ള Redmi K20യുടെ ഗ്ലേസിയർ ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. ഫ്ലെയിം റെഡ് പിന്നെ കാർബൺ ബ്ലാക്ക് എന്ന കളർ ഓപ്ഷനുകളിലും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാണ്. 128 GB സ്റ്റോറേജ് ഉള്ള Redmi K20ക്ക് 23,999 രൂപയാണ് വില. പക്ഷേ ആൽഫ സെയിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എനിക്ക് ICICI ക്രെഡിറ്റ് കാർഡിലൂടെ 2,000 രൂപ ഡിസ്കൗണ്ട് ലഭിച്ചിരുന്നു. 64 GB സ്റ്റോറേജ് ഉള്ള മോഡലിന് 21,999 രൂപയാണ് വില. K20 Proയുടെ അതേ കർവ്ഡ് എഡ്ജസും അനോഡൈസ്ഡ് അലൂമിനിയം ഫ്രെയിമുമുള്ള ഡിസൈൻ, ഓൾ സ്ക്രീൻ ഡിസ്പ്ലേ, പോപ്പ് ക്യാമറ എന്നിവ തന്നെയാണ് Redmi K20യിലും. പുറകിലെ ക്യാമറ സെറ്റപ്പും ഒരുപോലെ ആണെങ്കിലും 4K 60 frames per second വീഡിയോ റെക്കോർഡിംഗ് പിന്നെ ലേസർ ഓട്ടോ ഫോക്കസ് എന്നിവ മാത്രമാണ് കുറവുള്ളത്. വലതുവശത്തായി വോളിയം ബട്ടൺസും പവർ ബട്ടണും കാണാം. Huawei Mate 20 Proയിൽ ഉള്ളതുപോലെ പവർ ബട്ടൺ റെഡ് കളറാണ്. ഇടതുവശത്ത് ഒന്നും തന്നെ ഇല്ല. താഴെയുള്ള എഡ്ജിലാണ് സിം ട്രേ, USB-C പോർട്ട്, മോണോ സ്പീക്കർ, പ്രധാന മൈക്രോഫോൺ എന്നിവ ഉള്ളത്. മുകളിലുള്ള എഡ്ജിൽ പോപ്പ് ക്യാമറ, ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ എന്നിവയുണ്ട്. മുകളിൽ IR ബ്ലാസ്റ്റർ ഇല്ല. Redmi K20ക്ക് P2i റേറ്റിംഗ് ഉണ്ട്, അതായത് സ്പ്ലാഷ് പ്രൂഫ് ആണ്. പക്ഷേ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള IP67 അല്ല ഇത്. വെള്ളത്തിനടിയിലൊന്നും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. 8.8 mm തിക്നെസ് ഉള്ള ഈ സ്മാർട്ട് ഫോണിൻ്റെ ഭാരം 191 grams ആണ്. പോപ്പ് ക്യാമറ മൊഡ്യൂൾ ആയിരിക്കും തിക്നെസ്സും ഭാരവും കൂട്ടാൻ കാരണം. ഭാരമുണ്ട് എങ്കിലും ഈ സ്മാർട്ട് ഫോൺ കയ്യിൽ കുറേ സമയം ഹോൾഡ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഗ്ലാസ് ബാക്ക് കയ്യിൽ നിന്നും വളരെ സ്ലിപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഫോണിൻ്റെ കൂടെ വരുന്ന പ്രീമിയം കേസ് ഉപയോഗിച്ചാൽ കയ്യിൽ നിന്നും സ്ലിപ്പ് ആവില്ല എന്ന് മാത്രമല്ല, താഴെ വീണാൽ ഉണ്ടായേക്കാവുന്ന ഡാമേജും കുറയും. ഷിയോമിയുടെ സബ് ബ്രാൻഡായ റെഡ്മിയുടെ ആദ്യത്തെ AMOLED ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണാണിത്. കൂടുതൽ മികച്ച കളേഴ്സും കോൺട്രാസ്റ്റുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഹൊറൈസൺ AMOLED ഡിസ്പ്ലേ എന്നാണ് ഷിയോമി ഇതിനെ വിളിക്കുന്നത്. സാംസങ് ഗാലക്സി A സീരീസിലുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ പാനലിൻ്റെ അത്ര മികച്ചതല്ല ഇത് എങ്കിലും ഈ വിലയിൽ നല്ല ഡിസ്പ്ലേ ആണിത്. ഡിസ്പ്ലേക്കും ബാക്ക് പാനലിനും Gorilla Glass 5 പ്രൊട്ടക്ഷനുമുണ്ട്. ബെസൽസ് വളരെ കുറവാണ്. ഇത് ഫോണിന് ഒരു ഓൾ സ്ക്രീൻ ലുക്ക് നൽകുന്നുണ്ട്. താഴെയുള്ള ബെസൽസും ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ മറ്റ് ഫോണുകളേക്കാൾ കുറവാണ്. HDR സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴുള്ള സ്റ്റണിംഗ് കളേഴ്സും ഇംപ്രസീവ് കോൺട്രാസ്റ്റും നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. ഡിസ്പ്ലേ HDR സർട്ടിഫൈഡ് ആണെങ്കിലും ഷിയോമി ഏത് സ്റ്റാൻഡേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സിൻ്റെ HDR10 കണ്ടന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണുകളുടെ ലിസ്റ്റിൽ നിലവിൽ Redmi K20 ഇല്ല. പക്ഷേ യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ആവുന്നുണ്ട്. സ്ക്രീൻ കളർ ടെമ്പറേച്ചർ പിന്നെ കോൺട്രാസ്റ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഡാർക്ക് മോഡ് കൂടി എനേബിൾ ചെയ്താൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവനായും ഡാർക്ക് ആവുകയും ചെയ്യും. കണ്ണിൻ്റെ ആയാസം കുറയ്ക്കാൻ വേണ്ടി റീഡിംഗ് മോഡുമുണ്ട്. Redmi K20 Proയിലുള്ള DC ഡിമ്മിംഗ് ഫീച്ചർ ഇവിടെ ഇല്ല എങ്കിലും അല്പം പോലും കണ്ണിന് ആയാസം അനുഭവപ്പെട്ടില്ല. 6.39 inches ആണ് ഡിസ്പ്ലേ സൈസ്. ഈ AMOLED ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി 403 ppi ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ ഇംപ്രസീവായ 91.9% ആണ്. 600 nits പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് വെയിലത്ത് പോലും ഈ ഡിസ്പ്ലേ വ്യക്തമായി കാണാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്ക് പാനലിലല്ല, ഡിസ്പ്ലേയുടെ അടിയിൽ തന്നെയാണ്. അത്യാവശ്യം വേഗതയും കൃത്യതയും ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ സാധാരണ ഫിംഗർ പ്രിന്റ് സെൻസർ പോലെ അല്ല. ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ എടുത്തു കളയുന്ന പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിച്ചാൽ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഉപയോഗത്തെ അത് ബാധിക്കുമെന്ന്. അതുകൊണ്ട് കഴിയുന്നതും നല്ല സ്ക്രീൻ പ്രൊട്ടക്ടർ തന്നെ ഉപയോഗിക്കുക. Android 9 Pieയിൽ അധിഷ്ഠിതമായിട്ടുള്ള MIUI 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Redmi K20 പിന്നെ Redmi K20 Pro എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ മറ്റ് ഷിയോമി ഫോണുകളിൽ ഉള്ളതുപോലെ പരസ്യം ഉണ്ടാവില്ല എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ചപ്പോൾ ഇത് കുറേയൊക്കെ ശരിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ MI ബ്രൗസർ, MI മ്യൂസിക് പിന്നെ MI വീഡിയോ പോലുള്ള ആപ്പുകളിൽ നിന്നും പരസ്യങ്ങളുള്ള നോട്ടിഫിക്കേഷൻസ് വരും. ഇത്തരം ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്തു വെച്ചാൽ മതി. MI വീഡിയോ ആണ് ഇതിൽ ഏറ്റവും കുഴപ്പം. നോട്ട് സേഫ് ഫോർ വർക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ഫാഷൻ അല്ലെങ്കിൽ ബ്യൂട്ടി കാറ്റഗറീസിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇതിൽ ഭൂരിഭാഗവും കാണുക. സാധാരണ റെഡ്മി ഫോണുകളിൽ കാണാറുള്ള ലോഞ്ചർ അല്ല ഇവിടെ. Redmi K20യിൽ ആപ്പ് ഡ്രോവർ ഉണ്ട്. പോക്കോ ലോഞ്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്താൽ മുഴുവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടാതെ പല ആപ്പുകളും ഡാർക്ക് മോഡിലേക്ക് മാറും. മറ്റുള്ള ഇന്റർഫേസ് മുഴുവൻ സാധാരണ MIUI പോലെ തന്നെയാണ്.
ആമസോൺ, ഫേസ്ബുക്ക്, WPS, ഓഫീസ്, ഡെയിലി ഹാൻഡ്, പിന്നെ പേടിഎം ഇങ്ങനെയുള്ള ചില ബ്ലോട്ട്വെയർസ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ തേർഡ് പാർട്ടി ആപ്സ് എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 730യുമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Redmi K20. നല്ല പെർഫോമൻസ് ഉള്ള ഈ പ്രോസസ്സർ ഫ്ലാഗ്ഷിപ്പുകളുടെ പോലത്തെ എക്സ്പീരിയൻസ് നൽകാനും പര്യാപ്തമാണ്. സ്നാപ്ഡ്രാഗൺ 710 പിന്നെ സ്നാപ്ഡ്രാഗൺ 675 എന്നിവയിൽ നിന്നുമുള്ള ഒരു അപ്ഗ്രേഡ് ആണ് സ്നാപ്ഡ്രാഗൺ 730. സ്നാപ്ഡ്രാഗൺ 730 SoCയിൽ 8 Cryo 470 കോഴ്സും ഒരു Adreno 618 GPUമാണുള്ളത്. ഇത് ഫ്ലാഗ്ഷിപ്പിന്റെയും മിഡ് റേഞ്ച് മോഡൽസിന്റെയും ഇടയിലുള്ള പെർഫോമൻസ് ആണ് നൽകുക. 6 GB റാം കൂടി ഉള്ളതുകൊണ്ട് എല്ലാം വളരെ സ്മൂത്ത് ആണ്. ഒരു തവണ പോലും ലാഗ് ആവുകയോ പെർഫോമൻസ് കുറവുള്ളതുപോലെ ഫീൽ ചെയ്യുകയോ ഉണ്ടായില്ല. 10 മുതൽ 15 ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ പോലും ഇവ തമ്മിൽ സ്വിച്ച് ചെയ്യുന്നത് സ്മൂത്ത് ആയിരുന്നു. 6 GB മുകളിൽ റാം വേണമെങ്കിൽ Redmi K20 Pro വാങ്ങണം. ഏത് ഗെയിമും കൈകാര്യം ചെയ്യാൻ മാത്രം പവർഫുൾ ആണ് Redmi K20. ഞാൻ Asphalt 9, PUBG ഒക്കെ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ലാഗ് അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് പോലും ഉണ്ടായില്ല. പക്ഷെ കുറേ സമയം ഗെയിം കളിക്കുമ്പോൾ ഫോൺ അല്പം ചൂടാവുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ മാത്രമാണ്. ഗെയിം ടർബോ 2.0 എന്ന ഗെയിം ബൂസ്റ്റർ ടൂൾ ഈ സ്മാർട്ട് ഫോണിൽ Xiaomi ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ടെക്സ്റ്റ് റെസ്പോൺസ് പിന്നെ സെൻസിറ്റിവിറ്റി എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ അഡീഷണൽ സെറ്റിംഗ്സിൽ ഉള്ള എൻഹാൻസ്ഡ് വിഷ്വൽസ് എന്ന ഫീച്ചറിൽ ഒറിജിനൽ, മോഡറേറ്റ്, സ്ട്രോങ് പിന്നെ എക്സ്ട്രീം എന്നീ ഓപ്ഷനുകളുണ്ട്. ഇത് കോൺട്രാസ്റ്റ് പിന്നെ ഷാഡോ എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് PUBG പോലുള്ള ഗെയിമുകളിൽ നമുക്ക് കൂടുതൽ വ്യക്തമായി വിഷ്വൽസ് കാണിച്ചു തരും. ഗെയിം ബൂസ്റ്റർ ടൂൾ ആക്സസ് ചെയ്യാൻ സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്നും സ്വൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ CPU പിന്നെ GPU യൂസേജ്, സ്ക്രീൻഷോട്ട് എടുക്കാനും ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാനും പിന്നെ മെമ്മറി ക്ലിയർ ചെയ്യാനുമുള്ള ഓപ്ഷൻ എന്നിവ കാണാം. Asus ROG ഫോണിലൊക്കെ ഉള്ളതുപോലെ ഗെയിം സ്ക്രീനിൽ തന്നെ വാട്സ്ആപ്പ് പിന്നെ ഫേസ്ബുക്ക് ഒക്കെ ചെറിയ ഫ്ലോട്ടിംഗ് വിൻഡോ ആയി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. PUBGയിൽ 32 ഫ്രെയിംസ് ആണ് ആവറേജ് ആയി എനിക്ക് ലഭിച്ചത്. ഇനി ബെഞ്ച്മാർക്ക് റിസൾട്ട്സ് നോക്കാം. AnTuTu ബെഞ്ച്മാർക്കിൽ Redmi K20 സ്കോർ ചെയ്തത് 2,08,000 മുകളിലാണ്. പലരും Redmi K20യുമായി കമ്പയർ ചെയ്യുന്ന 17,000 രൂപ വില വരുന്ന Realme Xന് 1,60,000 സ്കോർ. ഇതിനേക്കാൾ 3,000 രൂപ വിലക്കുറവുള്ള Redmi Note 7 Proയ്ക്ക് പോലും Realme Xനേക്കാൾ പെർഫോമൻസ് ഉണ്ട്. Redmi Note 7 Proയുടെ സ്കോർ 1,70,000 മുകളിലാണ്. ഗീക്ക് ബെഞ്ച് റിസൾട്ട് നോക്കിയാലും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. Realme Xനേക്കാൾ സ്കോർ ചെയ്തിരിക്കുന്നത് Note 7 Proയും അതിനേക്കാൾ ഒരുപാട് സ്കോർ ചെയ്തിരിക്കുന്നത് Redmi K20യുമാണ്. ഗീക്ക് ബെഞ്ച് സിംഗിൾ കോർ സ്കോർ 2,553ഉം മൾട്ടികോർ 6,852മാണ്. Redmi K20യിൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സൗകര്യമില്ല എന്നത് ഓർക്കുക. അതായത് മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഇല്ല. ഫോണിന്റെ താഴെയുള്ള എഡ്ജിലാണ് സിം സ്ലോട്ട്. ഇതിൽ മൈക്രോ SD കാർഡ് സ്ലോട്ട് ഇല്ല. പകരം 2 സിം സ്ലോട്ടുകൾ മാത്രമാണുള്ളത്. 64 GB ഇന്റർണൽ സ്റ്റോറേജ് പലർക്കും മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ 128 GB സ്റ്റോറേജ് ഉള്ള വേർഷൻ തിരഞ്ഞെടുത്തത്. 128 GB സ്റ്റോറേജ് മോഡലിന് 64 GB സ്റ്റോറേജ് വേരിയന്റിനേക്കാൾ 2,000 രൂപ കൂടുതലാണ്. Redmi K20യിൽ പുറകിലുള്ളത് 3 ക്യാമറകളാണ്. 4-in-1 സൂപ്പർ പിക്സൽ ടെക്നോളജിയും f1.75 അപ്പർച്ചർ മെയിൻ ലെൻസുമുള്ള ഒരു 48 മെഗാപിക്സൽ Sony IMX582 സെൻസർ, പിന്നെ ഒരു 13 മെഗാപിക്സൽ 124.8 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാവൈഡ് ലെൻസ്, പിന്നെ മൂന്നാമതായി ഒരു 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ് എന്നിവയാണിത്. മറ്റുള്ള മിക്ക ഡ്യുവൽ ക്യാമറ സെറ്റപ്പുകളിലേതുപോലെ ഒരു സെൻസർ ഡബ് സെൻസർ എന്ന പേരിൽ വേറെ ഉപയോഗമില്ലാതെ മാറ്റിവെച്ചിട്ടില്ല. പുറകിലെ ക്യാമറ മൊഡ്യൂൾസ് അല്പം പുറത്തോട്ട് തള്ളിയാണുള്ളത്. പക്ഷെ ഒരു കേസ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. Redmi Note 7 Proയിലുള്ളതുപോലെയല്ല, അല്പം മാത്രമാണ് ക്യാമറ മൊഡ്യൂൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്നത്. Redmi K20യിൽ കളർഫുൾ ഫോട്ടോസ് പകർത്താൻ വളരെ എളുപ്പമാണ്. സൂം ചെയ്താലും അത്യാവശ്യം ഡീറ്റെയിൽസ് ലഭിക്കും. കളർ ആക്യുറസിയും വളരെ മികച്ചതാണ്. Redmi K20 Proയിലുള്ളതുപോലെ Redmi K20യിൽ ലേസർ ഓട്ടോ ഫോക്കസ് ഇല്ല. പക്ഷെ അത് നമുക്കൊരു കുറവായി അനുഭവപ്പെടില്ല. ഫോക്കസിംഗ് വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, ഷാർപ്നെസ് ഒട്ടും കുറഞ്ഞിട്ടുമില്ല. 48 മെഗാപിക്സൽ മോഡ് ഓൺ ചെയ്തിട്ടില്ല എങ്കിൽ 48 മെഗാപിക്സൽ Sony IMX582 സെൻസർ ഉപയോഗിച്ച് പകർത്തുന്ന ഫോട്ടോസ് പിക്സൽ ബൈൻഡിങ്ങിലൂടെ 12 മെഗാപിക്സലിൽ ആണ് സേവ് ആവുക. Redmi Note 7 Proയിൽ 48 മെഗാപിക്സലിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ അവ സേവ് ആവാൻ 3 മുതൽ 5 സെക്കൻഡ് വരെ എടുക്കുന്നുണ്ട്. പക്ഷേ Redmi K20യിൽ നോർമൽ മോഡായാലും 48 മെഗാപിക്സൽ ഫോട്ടോസ് ആയാലും ഒരുപോലെയാണ്. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. നല്ല ഡൈനാമിക് റേഞ്ചുള്ള വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇവ. ചിലപ്പോഴൊക്കെ പിക്ചർ ഓവർ സാച്ചുറേറ്റഡ് ആയി തോന്നുന്നുണ്ട്. AI ക്യാമറ മോഡ് ഡിസേബിൾ ചെയ്താൽ കളർ ഇനാക്യുറസി ഇഷ്യൂ ഒഴിവാക്കാം. ടെലിഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന പോർട്രേറ്റ് ഷോട്ട്സും വളരെ മികച്ചതാണ്. വൈഡ് ആംഗിൾ ക്യാമറ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. പുറകോട്ട് നിൽക്കാതെ തന്നെ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ ഇതിന് സാധിക്കും. ഇവയൊക്കെ നല്ല വെളിച്ചമുള്ളപ്പോൾ മാത്രമാണ്. മറ്റുള്ള മിക്ക Xiaomi സ്മാർട്ട് ഫോണുകളെയും പോലെ ലോ ലൈറ്റ് ഷോട്ട്സ് അത്ര മികച്ചതല്ല. നോയ്സ് റിഡക്ഷൻ ഉള്ള നൈറ്റ് മോഡ് ഉണ്ട്, പക്ഷേ അതിൽ ഡീറ്റെയിൽസും കളറും കുറവാണ്. വൈഡ് ആംഗിൾ ക്യാമറ മോഡിൽ നൈറ്റ് വിഷൻ പ്രവർത്തിക്കില്ല.
പുറകിലെ ക്യാമറയ്ക്ക് 60 അല്ലെങ്കിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സാധാരണ സ്ലോ മോഷൻ വീഡിയോ കൂടാതെ 720pയിൽ 960 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. 960 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒക്കെ ഇതിൽ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോസ് നോക്കുക, നല്ല സ്ലോ മോഷൻ വീഡിയോസ് ഈ ഫോണിന് പകർത്താൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ 960 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ Redmi K20 റെക്കോർഡ് ചെയ്തതാണ്. 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 4Kയിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. Redmi K20 Proയുമായുള്ള രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ ലേസർ ഓട്ടോ ഫോക്കസ് ഇല്ല എന്നുള്ളതും 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോ ക്യാപ്ചർ ഓപ്ഷൻ ഇല്ല എന്നുള്ളതുമാണ്. പക്ഷേ ഇവ രണ്ടും ഇല്ലെങ്കിലും വളരെ മികച്ച ഒരു ക്യാമറ ഫോൺ തന്നെയാണ് Redmi K20. Redmi K20 Proയിൽ Sony IMX586 സെൻസറും Redmi K20യിൽ Sony IMX582 സെൻസറുമാണ് 48 മെഗാപിക്സൽ ക്യാമറയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ Redmi K20യിൽ ഉപയോഗിച്ചിരിക്കുന്ന Sony IMX582 സെൻസറിന് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വീഡിയോ ക്യാപ്ചർ ഇല്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ക്യാമറ ആപ്പിൽ 48 മെഗാപിക്സൽ മോഡ്, ലൈറ്റിംഗ് എഫക്ട്സ്, ബ്യൂട്ടിഫിക്കേഷൻ ഫിൽറ്റേഴ്സ്, നൈറ്റ് മോഡ് എന്നിങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സഫയർ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉള്ള 20 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ സ്റ്റഡിയാണ്. MIUIയിൽ ഇമേജസ് പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് ഡീറ്റെയിൽസ് കുറയുന്നുണ്ട്. പക്ഷേ ബ്യൂട്ടിഫിക്കേഷൻ മോഡ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഈ പ്രോബ്ലം കുറേയൊക്കെ ഒഴിവാക്കാം. ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു ഫ്രണ്ട് ക്യാമറ തന്നെയാണിത്. എടുത്തു പറയാൻ മാത്രം കുഴപ്പങ്ങളൊന്നും ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തപ്പോൾ കണ്ടില്ല. ഫ്രണ്ട് ക്യാമറ പോപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിന് പുറത്തു വരാൻ സമ്മതിക്കാതെ തടയുന്നുണ്ട് എങ്കിൽ ക്യാമറ ആപ്പ് എറർ കാണിക്കും. ഇനി ഓപ്പൺ ആയ ശേഷം നമ്മൾ ഫ്രണ്ട് ക്യാമറ താഴോട്ട് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഫോണിന്റെ അകത്തോട്ട് പോവുകയും ചെയ്യും. ഫോൺ താഴെ വീഴുകയാണെങ്കിലും ഈ ക്യാമറ താനെ ഫോണിന്റെ അകത്തേക്ക് പോകും. ഈ ഫ്രണ്ട് ക്യാമറയിൽ തന്നെയാണ് LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉള്ളത്. പോപ്പപ്പ് ഫ്രണ്ട് ക്യാമറ പുറത്തേക്ക് വരുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ LEDയുടെ സഹായത്തോടെ ചുറ്റും തിളങ്ങുന്നത് കാണാൻ സാധിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒരു നോട്ടിഫിക്കേഷൻ LED എന്ന രീതിയിൽ ഇത് പലപ്പോഴും ഉപകാരപ്പെടില്ല. കാരണം ഒരു വശത്ത് നിന്ന് മാത്രമാണ് നമുക്ക് LED കാണാൻ സാധിക്കുന്നത്. ഞാൻ സെപ്റ്റംബർ മാസം ഈ ഫോണിന്റെ ലോങ് ടേം റിവ്യൂ ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ ക്യാമറ സാമ്പിൾസ് ഉൾപ്പെടുത്താം. 4000 mAh ബാറ്ററി വളരെ മികച്ച ബാറ്ററി ലൈഫ് നൽകുന്നുണ്ട്. കൂടാതെ ക്വിക്ക് ചാർജ് 3.0 ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതും ചാർജിംഗ് എളുപ്പമാക്കുന്നു. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ഫോണിന്റെ കൂടെ ലഭിക്കും. ഓരോ ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു സാധാരണ യൂസർക്ക് 30 മുതൽ 35% വരെ ബാറ്ററി ലൈഫ് ബാക്കിയുണ്ടാവും. ഫോണിന്റെ കൂടെ ലഭിക്കുന്ന 18 വാട്ട് ചാർജർ ഉപയോഗിച്ച് 15 മിനിറ്റ് കൊണ്ട് 0 നിന്നും 19% വരെയാണ് ചാർജ് ആയത്. 30 മിനിറ്റ് കൊണ്ട് 36% ചാർജായി. 40 മിനിറ്റ് എടുത്ത് 52% ചാർജ് ആയത്. ഒരു മണിക്കൂർ കൊണ്ട് 77%. അവിടെ നിന്നും 96% വരെ ചാർജ് ആവാൻ പിന്നെയും 30 മിനിറ്റ് എടുത്തു. അവിടെ നിന്നും 100% വരെ ചാർജ് ആവാൻ 19 മിനിറ്റ് കൂടിയാണ് എടുത്തത്. അതായത് 0 നിന്നും 100% വരെ ചാർജ് ആവാൻ എടുത്തത് 1 മണിക്കൂറും 49 മിനിറ്റും. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ മാത്രമാണെങ്കിലും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ്. സ്പീക്കറിൽ മാത്രമല്ല ഇയർപീസിലും ഡിസ്റ്റോർഷൻ ഒട്ടുമില്ല. GPS സിഗ്നൽ റിസപ്ഷൻ ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. സെക്കൻഡുകൾ കൊണ്ട് സിഗ്നൽ ലോക്ക് ആവുന്നുണ്ട്. ഇത്രയുമൊക്കെ മേന്മകൾ ഉണ്ടെങ്കിലും Redmi K20ക്ക് ഒരു കുഴപ്പമുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ഇതിൽ ഇപ്പോൾ പ്രവർത്തിക്കില്ല. മിക്കവാറും ഇതൊരു സോഫ്റ്റ്വെയർ ബഗ് ആയിരിക്കും. അടുത്ത് തന്നെ ഈ പ്രോബ്ലം Xiaomi ഒരു അപ്ഡേറ്റിലൂടെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Xiaomiയുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ആണ് ഇത്. പലരും പറയുന്നത് Realme Xന്റെ വിലയുടെ അടുത്തായിരുന്നു Redmi K20യുടെ വിലയും വേണ്ടത് എന്നാണ്. പക്ഷേ OLED ഡിസ്പ്ലേ എന്ന ഫീച്ചർ മാത്രം നോക്കി ഫോൺ കമ്പയർ ചെയ്യാതിരിക്കുക. Redmi K20 Realme Xനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇനി Realme X വാങ്ങണോ അതോ Redmi K20 വാങ്ങണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാര്യം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് OLED ഡിസ്പ്ലേ, പോപ്പപ്പ് ഫ്രണ്ട് ക്യാമറ, ഇൻസ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ വേണമെങ്കിൽ Realme X വാങ്ങുക. ഇനി പെർഫോമൻസ് ഉള്ള നല്ല ഫ്രണ്ട് പിന്നെ ബാക്ക് ക്യാമറ ഉള്ള കൂടുതൽ ബാറ്ററി ലൈഫ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ Redmi K20യും. ഡിസൈൻ, ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ, യൂസർ ഇന്റർഫേസ് എന്നിവയിൽ മികച്ച ഒരു സ്മാർട്ട് ഫോണാണ് Redmi K20. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ ഈ ഫോണിന്റെ ലോങ് ടേം റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ്. ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ ലോങ് ടേം റിവ്യൂവിൽ ഉൾപ്പെടുത്താം. സാംസങ് ഗാലക്സി M30, Redmi 7, Redmi Note 7S, Redmi 7A എന്നിവയാണ് ഇനി ചെയ്യാനുള്ള റിവ്യൂസ്. ഇവ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയേ വേണ്ടൂ. പിന്നെ MI ബാൻഡ് ഫോറം ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. സീ യു നെക്സ്റ്റ് ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.